പി ടിയുടെ പ്രസിഡന്റ്, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ, ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ഓണറബിൾ ജസ്റ്റിസ് പി ഉബൈദ് സാർ, ഈ ഗ്രാമത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ഗ്രാമത്തിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങൾ, ഞാൻ കുട്ടനാട്ടുകാരനാണ്. കൃഷിയുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. ഇവര് അതുപോലെ എൻ്റെ ഗ്രാമം നിങ്ങളുടെ പോലെ തന്നെ തകഴി എന്ന പ്രശസ്തമായ തകഴി ശിവശങ്കരപിള്ളയുടെ നാട്ടുകാരനാണ്. ഇവിടുത്തെ പ്രധാന അധ്യാപകനും ഹാരിസ് സാറും എല്ലാം വന്നപ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും ഞാൻ അവരുമായി ഒരു 3 മണിക്കൂറോളം അവരുമായി സംസാരിച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അവറുകൾ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഈ നോളജ് സെൻട്രിക് അല്ലെങ്കിൽ അറിവ് കേന്ദ്രീകൃതം എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിചലിച്ച് മാർക്ക് സെൻട്രിക്കാണ്. മാർക്ക് മേടിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് അറിവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വളരെ ഭംഗ്യന്തരേണ പറഞ്ഞു, നിങ്ങൾ മനഃപ്പാഠമാക്കാൻ പാടില്ല. വളരെ കറക്റ്റാണ്. വിദ്യാലയമാണ്, വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് അറിവ് സമ്പാദിച്ചാൽ ആ അറിവുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം എഴുതാൻ പറ്റും, അപ്പം മാർക്കും കിട്ടും. അതല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിക്കും ഫുൾ മാർക്ക് കിട്ടണം. മാർക്കിന് മാത്രം സെൻട്രിക്കായിട്ട് നമ്മൾ പോകുമ്പോൾ നോളജ് ഉണ്ടാകുന്നില്ല. അന്നേരം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സൂചിപ്പിച്ച കാര്യത്തെ ഞാൻ ഒന്നും കൂടെ അടിവരയിട്ടെന്ന് മാത്രമേ. അപ്പൊ കുട്ടികൾ, പിന്നെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യബോധം, ഒരു ഗോൾ. എല്ലാ കുട്ടികളും പള്ളിക്കൂടത്തിൽ പോകുന്നു, ഞാനും രാവിലെ ഒരു ബാഗ് എടുത്തിട്ട് സ്കൂളിൽ പോകുന്നു എന്നുള്ളതിൽ നിന്ന് മാറി ജീവിത യാഥാർത്ഥ്യത്തെ സഫലീകരിക്കണമെങ്കിൽ അറിവുണ്ടാകണം. അറിവുള്ള ആളായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ആ പദവിയിൽ ഇരിക്കുന്നത്. ആ വിഷയത്തിൽ, നിയമത്തിന്റെ വിഷയത്തിൽ CRPCയുടെയും IPCയുടെയും അല്ലെ CPCയുടെയും അതിന്റെ വകുപ്പുകളെ ഒരു അഭിഭാഷകൻ ഫ്രണ്ടിൽ വന്നു നിന്ന് വാദിക്കുമ്പോൾ അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കാനുള്ള അറിവുള്ളത് കൊണ്ടാണ്. മനഃപ്പാഠമാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനിൽ ഇരിക്കാൻ പറ്റില്ല. CRPCയുടെ 425 അല്ലെ 420 അല്ലെ IPCയുടെ അതിന്റെ ഒഫൻസോ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് എന്നുള്ള അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അഭിഭാഷകന് ശരിയായ രീതിയിൽ കോടതിയിൽ കേസുകൾ വാദിക്കാൻ പറ്റുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു ജഡ്ജിക്ക് വിശകലനം ചെയ്യാനും പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് അറിവാണ് പ്രശ്നം. അറിവ് നേടുന്നതിന് വേണ്ടി നമ്മൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടണം. ആ അറിവ് പകർന്നു കൊടുക്കാൻ അധ്യാപകർ തയ്യാറാണ്. ഞാൻ ഈ എൻ്റെ അധ്യാപക സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മനുഷ്യന്റെ ആദ്യമ അറിവ് അവന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. പണ്ട് നമ്മുടെ പൂർവികർ കാർഷിക, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുട്ടനാട്ടുകാരനാണ്. കൃഷി ഞങ്ങളുടെ നാട്ടിലെ പ്രധാന വൃത്തി എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പം എല്ലാ സംസ്കാരങ്ങളും നദീതടങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം കൃഷിയാണ്. കൃഷിക്ക് ആവശ്യം വെള്ളമായതുകൊണ്ടാണ്. വെള്ളമില്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളുടെ നാടിനെ സിന്ധു നദീതട സംസ്കാരം, ആ സിന്ധുവിനെയാണ് അറബികൾ ഹിന്ദു എന്ന് വിളിക്കുന്നത്. അത് ഇന്ത്യയായി ഹിന്ദുസ്ഥാനായി അങ്ങനെ പോകും. നൈൽ വാലി സിവിലൈസേഷൻ, നൈൽ നദീതട സംസ്കാരം ഈജിപ്തിൻ്റെതാണ്.
യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അല്ലെങ്കിൽ ബാബിലോണിലെ സംസ്കാരം, ഇന്നത്തെ ഇറാഖ് എന്നറിയപ്പെടുന്നത്. ഇത് ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ കാര്യം, ആ രണ്ട് നദികൾ, മരുഭൂമിയുടെ നടുക്കൂടെ രണ്ട് നദികൾ ഒഴുകുന്നു. ആ നദീതീരങ്ങളിൽ വെള്ളത്തിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് ജനങ്ങൾ അതിന്റെ സൈഡിൽ വന്ന് താമസിച്ചു, കൃഷി ചെയ്തു. അപ്പൊ കൃഷി ആദിമ മനുഷ്യൻ, കാട്ടിൽ കായ്കനികൾ ഭക്ഷിച്ചു നിന്നിരുന്ന മനുഷ്യൻ അറിവിന്റെയും സംസ്കാരത്തിന്റെയും ലോകത്തിലേക്ക് വരാൻ കാരണം കൃഷിയാണ്. അവൻ കായ്കനികൾ ഭക്ഷിച്ച് കുരു വലിച്ചെറിഞ്ഞു, ആ കുരു കിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഈ കാട് മുഴുവൻ നടന്ന് ഭക്ഷണം തിരയുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് കൃഷി ചെയ്യാം. അപ്പൊ അങ്ങനെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം കൃഷിയാണ്. അതിന് ജലം അനിവാര്യമാണ്, അതിന് നദികൾ അനിവാര്യമാണ്. ഇന്ന് നമ്മളിപ്പോ അതിന്റെ വിഷയങ്ങളിലേക്കൊക്കെ ഒരുപാട് കാട് കയറിപ്പോ. നദികളെല്ലാം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഈ ഭൂമിയിൽ വാസം സാധ്യമാവും എന്നൊക്കെ പറഞ്ഞുള്ള കവിതകൾ ഇറങ്ങി നിൽക്കുന്നതിന്റെ കാരണം ഈ നദീതടങ്ങൾ എല്ലാം മലിനമാകുന്നു, നദികൾ വറ്റുവരണ്ടു പോകുന്നു. ഈ ആവശ്യമില്ല ആ മരങ്ങളും കാടുകളും എല്ലാം മനുഷ്യൻ ആവശ്യമില്ലാതെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ ലക്ഷ്യബോധമുള്ളവരാക്കണമെങ്കിൽ അവർക്ക് ആദ്യം ഈ അറിവ് ഈ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ പ്രധാന അധ്യാപകനുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാലിന്യം, ഒരുപാട് മാലിന്യമില്ല, 100-100 ചില്ലാനും ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കൊണ്ടിൽ നിന്നുണ്ടാകുന്ന മാലിന്യത്തെ ഞങ്ങൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് അതിന്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സംസ്കരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജൈവവളം, ആ ജൈവവളം ഈ സ്കൂളിന് കൊടുക്കാം. ഇവിടുത്തെ ഈ സ്കൂളിലെ ജൈവ മാലിന്യങ്ങളും ഇവിടെ തന്നെ ഉറവിടത്തിൽ സംസ്കരിച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ സംസാരിച്ചത്. അതിലൂടെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ, നമ്മളിപ്പം പല ഭക്ഷണ സാധനങ്ങളും പച്ചക്കറി, ഇവിടെ നേരത്തെ സംസാരിച്ച ഒരാൾ പറഞ്ഞു, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അതിന്റെ പ്രശ്നം പെസ്റ്റിസൈഡ്സ്, അല്ലെങ്കിൽ ഈ കീടനാശിനി, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ ഒക്കെ കണ്ടമാനം ക്യാൻസർ പേഷ്യന്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കാരണം എന്താണ്? ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്യുകയാണ്. ആ നെല്ലിന് അതിന്റെ വിതയ്ക്കുന്നത് മുതൽ അത് കൊയ്യുന്നത് വരെ വിഷത്തിലാണ് നമ്മൾ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾ നെല്ല് കൃഷി ചെയ്യുന്ന കർഷകർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. പണ്ട് നമ്മൾ കള പറിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് നോമിനി ഗോൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള പേരുള്ള, ഞാൻ പേരുപയോഗിച്ചതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ്ട, അത് അത്തരം ബ്രാൻഡിൽ ഇറങ്ങപ്പെടുന്ന വിഷം അടിച്ച് കള നശിപ്പിച്ച് കളയുക. മറ്റേ സ്ത്രീകളായിരുന്നു പറിച്ചുകൊണ്ടിരുന്നത്. അത് അവസാനം കാവഴങ്ങ എന്ന് പറയും. അതായത് അതിന്റെ പാലടിച്ച് മുറുകി നെല്ല് വളയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് ആ പാലടിച്ച് മുറുകുന്ന സമയത്ത് ചാഴി, ആ ചാഴിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കെമിക്കലാണ് അടിക്കുന്നത്. അത് കൊയ്ത്ത് സമയത്തും അതിന്റെ വിഷം ആ നെല്ലിൽ തങ്ങി നിൽക്കും. അങ്ങനെ വിഷത്തിന്റെ മേൽ വിഷം, ആ വിഷം ഭൂമിയിൽ വീഴുന്നു. ആ കുട്ടനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ആ വെള്ളം പമ്പ് ചെയ്ത് നദിയിലേക്ക് വിടുന്നു. ആ വെള്ളം കണ്ടാമിനേറ്റഡ് ആകുന്നു. നമ്മുടെ ഭൂഗർഭജലം കണ്ടാമിനേറ്റഡ് ആകുന്നു. ആ വെള്ളം നമ്മൾ കുടിക്കുന്നു. അതിൽ വളരുന്ന മത്സ്യങ്ങൾ കണ്ടാമിനേറ്റഡ് ആണ്. അങ്ങനെ ഫുഡ് ചെയിൻ മുഴുവൻ കെമിക്കൽ കണ്ടാമിനേഷൻ വരികയും അത് നമ്മളുടെ ഭക്ഷണത്തിന്റെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം വലിയ തോതിൽ വരുന്നു. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ വരുന്ന പച്ചക്കറി ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികൾക്ക് ഇവിടുത്തെ അധ്യാപകർ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജൈവ രീതിയിൽ എങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാം, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഒരു 2-3 വെണ്ട ഒരു വീട്ടിൽ കൃഷി ചെയ്യുന്ന വലിയ കാര്യമല്ല. ഒരു ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതിൽ ഈ കെമിക്കൽസ് ഇടാതെ നമുക്ക് നീം കേക്ക്, അല്ലെങ്കിൽ എല്ലുപൊടി, അതല്ലെങ്കിൽ ചാണകപ്പൊടി, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ വഴുതനയും വെണ്ടയും ഈ സാധനങ്ങളെല്ലാം നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. അപ്പൊ ഈ വിദ്യാലയത്തിൽ അത്തരം വിദ്യകളും കൂടെ കരിക്കുലത്തിൽ ഇല്ലാത്ത, ഇപ്പം നീന്താൻ പഠിപ്പിക്കുന്നു. നീന്തൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എക്സർസൈസ് ആണ്. ശരീരത്തിന്റെ എല്ലാ നാഡീനരമ്പുകളും ചലിക്കുന്ന ഏറ്റവും നല്ലൊരു എക്സർസൈസ് ആണ് സ്വിമ്മിങ്. ഇപ്പൊ സ്വിമ്മിംഗ് പൂളുണ്ട്, സ്വിമ്മിങ് പഠിപ്പിക്കുന്നു.
ഈ കുട്ടികൾക്ക് പച്ചക്കറി ഇവിടെ ഇവരിവിടെ പച്ചക്കറി ചെയ്യുന്നപ്പോൾ ഞാൻ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു. പച്ചക്കറിയുടെ വിത്ത് അത് ഒരു ചെറിയ മൺപാത്രത്തിലിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അത് കിളുക്കും. അത് ഉൾപ്പെടെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ നമുക്ക് സ്വന്തമായി ഈ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ എല്ലാ നമ്മള് ബൈബിളിലൊരു വചനമുണ്ട്, ആകാശത്തിലെ പറവകളെ നിങ്ങൾ കാണുന്നില്ലേ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നുമില്ല. അപ്പം ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതും നമ്മൾ ഈ പഠിക്കുന്നതും ഇതിന്റെ ഞാനിപ്പം ജസ്റ്റിസ് പറഞ്ഞതിന്റെ ആ ലക്ഷ്യബോധത്തെ കുറിച്ചൊന്ന് സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഭക്ഷണം നമുക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ നമുക്ക് അറിവുള്ള ഒരാളിനെ ഒരു ജോലിക്ക് ഹയർ ചെയ്യത്തുള്ളൂ. ഒരു ഹോട്ടലിൽ അവിടെ പൊറോട്ട അടിക്കുന്ന ഒരാൾ, ആ പണി അറിയാൻ പറ്റുന്ന ആളിന് ദിവസം 1000 രൂപ ശമ്പളം കൊടുക്കാൻ പറ്റും. അപ്പൊ അയാൾക്ക് ആ അറിവുള്ളത് കൊണ്ടാണ് അയാളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു കുട്ടിക്ക് അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടിക്ക് നാളെ ജോലി സാധ്യത ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷമാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഒന്നീ കൊമേഴ്സ് സ്ട്രീം സെലക്ട് ചെയ്യുന്നു, അല്ലെ സയൻസ് സെലക്ട് ചെയ്യുന്നു, അല്ലെ മറ്റ് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ അതിന്റെ മുകളിലോട്ട് പോകുമ്പോൾ ഒന്നും കൂടെ സ്പെഷ്യലൈസ് ചെയ്ത് ആ വിഷയത്തിൽ അഗാധമായ അറിവുണ്ടാകുന്നു. അയാൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ അയാളെ ഹയർ ചെയ്യും. ഏതെങ്കിലും കമ്പനി ആവശ്യമുള്ളവർ ഹയർ ചെയ്യും. കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാൻ അറിയാം. ഇവിടെ കളമശ്ശേരിയിലും ഒക്കെ ഒരുപാട് IT പാർക്കുകളും IT സ്ഥാപനങ്ങളും ഉണ്ട്. അവർ പ്രോഗ്രാം ചെയ്യാൻ അറിയാവുന്നവരെ ഹയർ ചെയ്യും, നല്ല ശമ്പളവും കൊടുക്കും. അപ്പൊ ആ നിലയിൽ കുട്ടികളെ ലക്ഷ്യബോധവും അതിന്റെ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടികളെ പള്ളിക്കൂടത്ത് വിട്ടാൽ നിങ്ങൾ ആരും പുറകെ വടികൊണ്ട് നടക്കേണ്ട. അവർക്ക് ഇത് അറിവ് നേടാനാണ് വരുന്നതെന്നുള്ള കാര്യം അവർക്കറിയാം. ഇവർ പോകുന്ന എന്തിനാന്നുള്ള ബോധം അവർക്കുണ്ട്. അവര് രാവിലെ എഴുന്നേറ്റ് പോകാൻ മടി കാണിക്കില്ല. ഇത് പഠിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇതൊക്കെ സെൽഫ് സഫീഷ്യന്റ് ആകണം, എനിക്ക് അതിന് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാകണം, ഒരു ജോലി ഉണ്ടാകണം. അപ്പൊ ഇതെല്ലാം അറിവിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞതിന്റെ ഒരു അടിവരയിട്ട് ഞാൻ പറയുകയാണ്. ആ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഫുട്ബോൾ കളി വളരെ ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അടയ്ക്കും, വിയർത്ത് കുളിക്കുന്നു, വെള്ളം കുടിച്ചാലും മതിയാകുന്നില്ല. പക്ഷെ കുട്ടികൾ അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അവർക്കത് താല്പര്യമുള്ളതുകൊണ്ടാണ് അവർക്കത് ബോറടിക്കാത്തത്. പഠിക്കാനിരിക്കുന്ന കുട്ടി ബോറടിക്കുന്നു, അവന് ഉറക്കം വരുന്നു, അവൻ കോട്ടുവായി ഇടുന്നു, അവൻ എങ്ങനെയും കിടന്ന് ഉറങ്ങിയാൽ മതി, അല്ലെ സ്കൂളിൽ പോകാൻ വൈമുഖ്യം കാണുന്നു. കാരണം ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അയാൾക്ക് അതിൽ ഇൻട്രസ്റ്റ് വരണേ അതിന്റെ കാരണം എന്തിനാണ് മലയാളം പഠിക്കുന്നത്? ഈ മലയാളം സംസാരിക്കാൻ എന്തിനാണ്? എൻ്റെ മോൻ ഒരു ദിവസം ചോദിച്ചു, ഞാൻ എന്തിനാണ് ഈ മലയാളം പഠിക്കുന്നത്? ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഞാനില്ലാത്ത സമയത്ത് ഒരാൾ ഇവിടെ ഒരു ലെറ്ററുമായിട്ട് വന്നു, ഈ പെരടാതിരിക്കുന്ന മുഴുവൻ സാധനം പെറുക്കിക്കൊണ്ട് പോകാനാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പൊ നിനക്ക് വായിക്കാൻ അറിയാൻ വയ്യ, അവര് വായിച്ചു കേൾപ്പിക്കും, നീ എടുത്തു കൊടുക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് കണ്ടോ. അപ്പൊ അവന് കാര്യം മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്യബോധം ഉണ്ടാക്കണം. ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനാണ്? മാത്സ് പഠിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ ഓരോ വിഷയത്തെ സംബന്ധിച്ചും പഠിക്കുന്നത് എന്തിനാണ് എന്ന് അവനെ മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ പഠിച്ച് ഇതായി കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ ഒരു 18 വയസ്സോ 20 വയസ്സോ കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ സ്വയം ആർജിതമായി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെ നീ പട്ടത്തിന്റെ ഇത് പൊട്ടിയതുപോലെ നീ അലഞ്ഞു തിരിഞ്ഞു പോകും. നിന്നെ സംരക്ഷിക്കാൻ അന്നേരം ആരും കാണില്ല. ഈ ബോധം അവനിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരും രാവിലെ അവനെ വിളിച്ചോണ്ട് അവൻ രാവിലെ വെളുപ്പിനെ എഴുന്നേക്കും, അവൻ കുളിച്ചൊരുങ്ങും, അവൻ തന്നെ ബാഗ് എടുക്കും, അവൻ തന്നെ പുസ്തകം ഏതൊക്കെയാ കൊണ്ടുകൊണ്ട് ഇവിടെ വന്നാൽ ഇവിടെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന അറിവ് അവര് പകർന്നു കൊടുക്കുന്ന അറിവ് അവൻ സ്വീകരിക്കും. ഈ നിലയിൽ ഈ താഴെ തട്ടിൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തെ ചിട്ടപ്പെടുത്തിയതിനു ശേഷം പഠിപ്പിച്ചാൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ പിന്നെ ഇത് കുറയും. കാരണം കുട്ടികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒച്ച വെക്കുന്നു. അധ്യാപകന്റെ മെയിൻ പ്രശ്നം എന്താ? ചൂരലെടുത്തിട്ട് അടിക്കുകയാണ്. സൈലൻസ് പ്ലീസ്. ഒരു സൈലൻസ് പ്ലീസിന്റെ ആവശ്യമില്ല. കുട്ടികൾ വന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അവർക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു, അവരത് പഠിച്ചുകൊണ്ടു. ഞാൻ ഒരുപാട് കാടുകയറി പോകുന്നു, ഞാൻ അത് നിർത്തുകയാണ്. ഞാൻ ഈ സ്കൂളിനോട്, ഇവിടുത്തെ അധ്യാപകരോട്, ഈ അവരുമായി ഒരു 3 മണിക്കൂറോളം ഞാൻ സംസാരിക്കുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ അർപ്പണബോധമുള്ള
അധ്യാപകർ ഈ ഇതിനെ സമഗ്രമായി അദ്ദേഹം വായിച്ച റിപ്പോർട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ സമഗ്ര തലത്തിൽ അതിനെല്ലാം സ്പർശിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സമഗ്ര തലത്തിൽ സ്പർശിക്കുകയും നമ്മുടെ സാധാരണ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വളരെ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളിലെ നല്ല വിദ്യ പകർന്നു കൊടുക്കുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് വിരുദ്ധവുമാണ്. ഗവൺമെന്റ് ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരാണ് ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള അധ്യാപകർ. കാരണം എന്താണ്, അവര് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള BEd മുതൽ ഏതൊക്കെ സ്കില്ലാണോ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് ആവശ്യമുള്ളത് അത് പാസ്സായിട്ടുള്ള ആളുകളും അവർ ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുമായി PSC പരീക്ഷയിൽ മത്സരിച്ച് അതിലെ അവരുടെ മികവ് തെളിയിച്ച അധ്യാപകരാണ് ഗവൺമെന്റ് സ്കൂളുകളിലും അതുപോലുള്ള സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ പ്രൈവറ്റ് സ്കൂളുകളിൽ വൻ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആകണം എന്ന് അങ്ങനെ ഉള്ള സ്ഥലവും കാണാം, ഇല്ലെന്ന് ഞാൻ കാടടച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്ക് ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതും ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നതുമായ എല്ലാ യോഗ്യതകളും ആ യോഗ്യതയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുമായി മാറ്റുരച്ച് അതിൽ വിജയിച്ച ആളുകളാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യാതൊരു തെറ്റിദ്ധാരണയും വെച്ച് പുലർത്തരുത്. നമ്മുടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു അബദ്ധധാരണയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും, കാരണം അവിടെ 1000 രൂപയും 10,000 രൂപ ബില്ല് ചെയ്യും, അപ്പൊ അവിടെ നല്ല ചികിത്സയാണ്. ഗവൺമെന്റ് ആശുപത്രിയിൽ അതേ മെഡിസിനും അതിനേക്കാൾ പ്രഗത്ഭരായ ഡോക്ടർ എന്നാലും അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാരണം അതിന് ക്വാളിറ്റി കുറവായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണ, അത് തെറ്റാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകർ, ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ, രക്ഷകർത്താക്കൾ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇവിടെ നല്ലവരായിട്ടുള്ള മുഴുവൻ നാട്ടുകാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് തുടർന്നും ഈ സ്കൂളുമായി ഏതൊക്കെ തരത്തിൽ സഹകരിക്കാമോ അക്കാര്യത്തിൽ സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.